ഇന്നത്തത് ഒരു ചക്കയുടെ വിശേഷമാണ് കേട്ടോ. ചക്കട എന്ന് പറയുമ്പോൾ ചക്കക്കാലായി കഴിഞ്ഞാൽ ചക്കക്കൂട്ടാനും ചക്ക കൊണ്ടും ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് പുതിയ പുതിയ റെസിപ്പികളായിരിക്കും. എന്നാൽ അതിലൊരു റെസിപ്പിയാണ് ചക്കട. അപ്പോൾ എത്ര പേര് ചക്കട കഴിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ചക്കട ഇഷ്ടമുള്ളവരും കമൻറ്റ് ചെയ്യണേ. ഇന്ന് നമ്മൾ ഉമ്മമ്മയാണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. ഉമ്മ എന്ന് പറയുന്നത് ഉമ്മച്ചിൻ്റെ ഉമ്മ കേട്ടോ. അപ്പോൾ ഉമ്മമാൻ്റെ ചക്കട അടിപൊളിയാണ്. അപ്പോൾ ഒരു വാഴണ്ടലൊക്കെ എടുത്ത് ചക്കയും തേങ്ങയും എല്ലാം മിക്സ് ചെയ്ത് ഉമ്മമ്മ ഇതേപോലെ സെറ്റ് ചെയ്ത് അടപരുവത്തിന് ഇതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വാഴണ്ടലായതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് വാഴണ്ടലിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ വാഴൻ്റെ വാടി വരുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. സംഭവം ഇതേപോലെ കട്ടി കുറച്ച് സ്മൂത്തായിട്ട് ഉമ്മമ്മ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ആവിയിലാണ് കേട്ടോ വേവിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചക്കടയും അതുപോലെ തന്നെ ഒരു കട്ടൻ ചായയും അടിപൊളിയാണ്. സുലൈമാനിൻ്റെ കൂടെ ഇത് കഴിക്കാൻ കേട്ടോ. സംഭവം ഇതേപോലെ ഓരോന്നായിട്ട് ഉമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഇതേപോലെ ഒരു ഇഡ്ഡലി തട്ടിലിട്ട് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുക കേട്ടോ. സംഭവം അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ സംഭവം സെറ്റായി കിട്ടും. നല്ല മണം.